VS അച്യുതാനന്ദൻ എന്ന് വെച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു. കാരണം പുള്ളിക്ക് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടാണ് പ്രവർത്തിച്ചത്. മന്ത്രിസഭയ്ക്കകത്ത് റീബലായിരുന്നു, പാർട്ടിക്കകത്ത് റീബലായിരുന്നു. ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ സമയം കഴിഞ്ഞു. അതുമായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടൊരു കാര്യമില്ല. അത് മാത്രവുമല്ല, പഴയ പോലെ സമരവും സിന്ദാബാദും ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ പറ്റി. സർക്കാർ ഇപ്പോൾ ഉടനെ വീഴാൻ തുടങ്ങും, അത് പേടിക്കണ്ട. സർക്കാർ വീഴാൻ തുടങ്ങുന്ന വെച്ചാൽ സർക്കാർ 5 കൊല്ലം തേക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചകൾ. CPM-നെ ഇനി ആര് നയിക്കുമെന്നാ കരുതുന്നത്? പിണറായി എത്രത്തോളം ഇനി മുന്നോട്ട് പോകും? പിണറായിക്ക് ശേഷം ആരായിരിക്കും? അതൊരു വലിയ ചോദ്യമാണ്. കാരണം പിണറായി എന്നുള്ളത് ഒരു പിതൃസ്വരൂപമായിട്ട് നിൽക്കുകയാണ്. ഇയാൾ മാറണത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ വേറെ ആരുമില്ല. അല്ല, ഒന്നാമത് പുള്ളി മാറില്ല. പുള്ളി അവിടെ ഇരുന്ന് മരിക്കുള്ളൂ, അല്ലാണ്ട് പുള്ളി മാറുന്ന പ്രശ്നമില്ല. പണ്ട് AKGയെ കുറിച്ച് ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 9ലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. കാലം വന്ന് വിളിച്ചില്ലേ പോകാറായില്ലേ ഗോപാല എന്ന രീതിയിൽ. AKG മരിക്കാൻ കിടക്കുന്ന മതി, കോൺഗ്രസ്സുകാരെ വിളിച്ചത് മുദ്രാവാക്യമാണ്. കാലം വന്ന് വിളിച്ചില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ ഈ പുള്ളിയുടെ കാര്യത്തിൽ ഇതുപോലെ എന്തെങ്കിലും മുദ്രാവാക്യം ഉണ്ടാക്കി വിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. പ്രായാധിക്യമുണ്ട്, അനാരോഗ്യമുണ്ട്, നടക്കാൻ വയ്യ. എന്നാലും അങ്ങനെ ആ സ്ഥാനത്തിരുന്ന് മരിക്കുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിലാണ്. അപ്പോൾ പുള്ളിയുടെ കാര്യത്തിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാലേ നമുക്ക് എന്തെങ്കിലും ആശങ്കയുള്ളൂ. എന്നാൽ തന്നെ ആരെ എന്നുള്ള ചോദ്യം വേറെ നിൽക്കുകയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ 2ാം തരം 3ാം തരം നേതാക്കന്മാരൊക്കെ പുള്ളി പണ്ടേ വെട്ടി നിരത്തി ഒരു ഘടകമല്ലേ. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനപ്പോൾ നമുക്ക് സംശയമില്ല, പിണറായി കഴിഞ്ഞാൽ കോടിയേരി. അടുത്ത ആൾ ജയരാജനായിരുന്നു, MP ജയരാജൻ. ജയരാജനെ പുള്ളി ഇല്ലായ്മയായിരുന്നു. പിന്നെ അടുത്ത ആളാണ് ഗോവിന്ദൻ. അപ്പോൾ ഗോവിന്ദൻ മാഷ് ഇദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് മാത്രം എന്ന ചോദ്യമുണ്ട്. പിന്നെ ഇടക്കാലത്തുണ്ടായിരുന്ന മറ്റെല്ലാ നേതാക്കന്മാരും വിട്ടു. പിന്നെ ബാക്കിയുള്ളത് P രാജീവ്, KN ബാലഗോപാൽ, ഇങ്ങനെയുള്ള ആളുകളാണ് അടുത്ത സെറ്റ്. അവർ തിരുവിതാംകൂറുകാരാണ് അല്ലെങ്കിൽ കൊച്ചിക്കാരാണെന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. മലബാറിൽ നിന്ന് ഒരാൾ വരട്ടെ. പിന്നെ പുള്ളി ആഗ്രഹിക്കുന്ന നേതാവ് എന്ന് പറയുന്നത് റിയാസാണ്. പിന്നെ മുമ്പ് റിയാസിനെ ഏൽപ്പിച്ചിട്ട് പോകണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി അതിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളാണ് നടന്നത്. ഇത്തവണ പ്രതിപക്ഷ സ്ഥാനത്ത് മാറി വേറെ ആൾക്ക് ചുമതല ഏൽപ്പിച്ചാൽ അപ്പോൾ പുള്ളി വിടാതെ പിടിച്ചിരിക്കുകയാണ്. പിണറായി ഇത്തവണ പ്രതിപക്ഷ നേതാവാൻ സാധ്യതയില്ല, പ്രതിപക്ഷ നേതാവ് ആകില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. വേറൊന്നുമല്ല, ഇനിയിപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാന്ന് വെച്ചാൽ അത് തന്നെ ഒരു മാത്രമല്ല പുള്ളി അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പറ്റിയ ഒരു ബോഡി ലാംഗ്വേജുള്ള ആളുമില്ല. VS അച്യുതാനന്ദൻ എന്ന് വെച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു. കാരണം പുള്ളിക്ക് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടാണ് പ്രവർത്തിച്ചത്. മന്ത്രിസഭയ്ക്കകത്ത് റീബലായിരുന്നു, പാർട്ടിക്കകത്ത് റീബലായിരുന്നു. അപ്പോൾ പ്രബലപക്ഷം മറുപക്ഷമായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു പ്രതിപക്ഷമായിരുന്നു. നേരെ മറിച്ച് പിണറായി വിജയനല്ല, പുള്ളി എപ്പോഴും ജയിക്കുന്ന ഭാഗത്താണ്, പുള്ളി അധികാരത്തിൻ്റെ ഭാഗത്താണ്. അധികാരമില്ലാതെ വെറും പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് പാർട്ടിക്കാരെ ഉത്തേജിപ്പിക്കാൻ പറ്റിയ അവസ്ഥയിലുമല്ലോ. ശാരീരികമായ അവശത ഒരു വലിയ ഘടകമാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് പരാധീനതകൾ പുള്ളിക്കുണ്ട്. പക്ഷേ ആ പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയിൽ നിന്ന് വേറൊരു പ്രതിപക്ഷ നേതാവിനെയല്ലേ ഇപ്പം നമ്മൾ കാണുന്നത്? അല്ല, പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലൊക്കെ നിയമസഭയ്ക്കകത്ത് വിഷയങ്ങൾ കുറച്ച് ദിവസമായുള്ളൂ. അത് ഫലപ്രദമായിട്ട് പുള്ളിക്ക് ഇത്ര കൊല്ലത്ത് പാർലമെന്ററി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് ചെയ്യുന്നുണ്ട്, അതല്ല പറഞ്ഞ്. പക്ഷേ നിയമസഭയ്ക്ക് പുറത്ത് എന്നുള്ളൊരു ഘടകമുണ്ട്. പാർട്ടി സംവിധാനത്തിൽ പാർട്ടി സെക്രട്ടറി പോരല്ലോ. MP ഗോവിന്ദനുള്ളൂ പാർട്ടി സെക്രട്ടറി. മറ്റേ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടായിരുന്നു, കണ്ണാടി നോക്കാറില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ മാഷ് തമാശ പറഞ്ഞാണ്. ഗോവിന്ദൻ മാഷുള്ള ഒരു ഗുണം, ഒരു മേന്മ എന്ന് പറഞ്ഞാൽ പുള്ളി ഒട്ടും അഴിമതിക്കാരനല്ല, വ്യക്തിപരമായിട്ട് അഴിമതിക്കാരനല്ല എന്നുള്ളത്. അപ്പോൾ സംശുദ്ധമായ പ്രതിച്ഛായയുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് ഈ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. ഇനി ഗോവിന്ദൻ്റെ സ്ഥാനത്ത് രാജീവ് പാർട്ടി സെക്രട്ടറിയായിട്ട് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ബാലഗോപാൽ സെക്രട്ടറിയായിട്ട് വന്നാൽ ഗുണപരമായിട്ട് എന്ത് മാറ്റം ഉണ്ടാവും? അതും ആലോചിക്കട്ടെ. ഗോവിന്ദൻ കണ്ണൂർക്കാരനാണ്, പാർട്ടി സഖാവാണ്, സംശുദ്ധമായ പൊതുജീവിതം നയിക്കുന്ന ആളാണ്, വ്യക്തിപരമായിട്ട് പണം ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളത് ശരിയാണ്. അതിനപ്പുറത്ത് എന്തുണ്ട് എന്നുള്ള ചോദ്യം. പാർട്ടിയെ നയിക്കണ്ടേ? അതല്ലേ ഇപ്പം ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പോലെയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു, വ്യക്തിപരമായിട്ട് വലിയ പ്രതിച്ഛായ ഉണ്ടായിരുന്നു, ഒട്ടും അഴിമതിക്കാരനായിരുന്നില്ല, നിരാർഭാട ജീവിതം നയിച്ച ആളാണ്. പക്ഷെ അതുമാത്രം പോരും, ആ ഒരു പ്രശ്നമുണ്ട്.
അപ്പോൾ അത് ഒരു നേതൃത്വ രാഹിത്യം എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. ഇപ്പോൾ പാർട്ടിയിൽ അതുപോലെ ശക്തനായ ഒരു നേതാവ് ഉയർന്നു വന്നിട്ടില്ല. പൊതുവെ നമ്മൾ CPM-നെ കുറിച്ച് പറയുമ്പോൾ അല്ലെ LDF-നെ കുറിച്ച് പറയുമ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നതിനേക്കാൾ എപ്പോഴും നമ്മളെപ്പോഴും അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളത് പറയുന്നത്. പക്ഷെ ഇത്തവണ അത് എത്രത്തോളം ജനങ്ങൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ, ഒരു രീതി നമുക്കറിയാം എങ്ങനെയാണ് പ്രതിപക്ഷം പ്രതികരിക്കുക. അപ്പൊ ഈ അടുത്ത 5 വർഷം എങ്ങനെയായിരിക്കും LDF? അടുത്ത 5 വർഷം ഇവർ ഈ അക്രമ രാഷ്ട്രീയം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ അത് വലിയ പരാജയത്തിൽ അവസാനിക്കും. കാരണം ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ സമയം കഴിഞ്ഞു. അതുമായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടൊരു കാര്യമില്ല. അത് മാത്രവുമല്ല, പഴയ പോലെ സമരവും സിന്ദാബാദും ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. അത് കാലം മാറി. ഇപ്പോൾ പുതിയ കാലത്തിന് പുതിയ രീതികൾ അനുവർത്തിക്കണം. അവർ സർക്കാരിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം. പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം അതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രവർത്തനം നടത്തി ഈ സർക്കാരിൻ്റെ വീഴ്ചകൾ, സർക്കാർ ഇപ്പോൾ ഉടനെ വീഴാൻ തുടങ്ങും, അത് പേടിക്കണ്ട. സർക്കാർ വീഴാൻ തുടങ്ങുന്ന വെച്ചാൽ സർക്കാർ 5 കൊല്ലം തേക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ, സർക്കാരിന്റെ അഴിമതി, കെടുകാര്യം 5 വർഷം തേക്കും. PD സതീശൻ തന്നെ ആയിരിക്കും 5 കൊല്ലം മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. 5 കൊല്ലം തീർച്ചയായിട്ടും തേക്കും. അത് നിസ്സാരമായിട്ട് തേക്കും, ഒരു സംശയം വേണ്ട. CH മുഹമ്മദ് കോയ പണ്ടോട്ട് ഈ സർക്കാർ 5 കൊല്ലം പിന്നെ ഒരു ദിവസം കൂടി വരും, അതിനൊന്നും സംശയം വേണ്ട. പക്ഷെ പ്രശ്നം കിടക്കണമെന്ന് വെച്ചാൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ലാപ്സസ് ഉടനെ തന്നെ വരാൻ തോന്നും. പല മന്ത്രിമാരും നമ്മൾ അപ് ടു ദി മാർക്കല്ല. ഇപ്പൊ ഞാൻ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ അവരെ മോശക്കാരനൊക്കെ ഉദ്ദേശിക്കില്ല. നമുക്കറിയാം ഇവരൊക്കെ പോയ അവിടം വരെ പോകുന്നുള്ളു. അപ്പം അതുകൊണ്ട് പിന്നെ ഒരു ടീമായിട്ട് ഇവർക്ക് യോജിച്ച് പ്രവർത്തിക്കാനും നമ്മളിത് അടുത്ത ഘട്ടത്തിൽ പറയാം. അപ്പോൾ അവർ വീഴ്ചകളൊക്കെ ഉണ്ടാവും. അതിനെ എന്തുമാത്രം ക്യാപിറ്റലൈസ് ചെയ്യാൻ CPM-ന് സാധിക്കും എന്നുള്ള ചോദ്യം. ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു സ്റ്റേജ് വരും. കാരണം സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമല്ലോ. UDF-ന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് 1 അഴിമതി, 2 കെടുകാര്യസ്ഥത, 3 സമുദായ പ്രകടനം. ഇത് 3 കൂടി ആകുമ്പോഴത്തേക്ക് 5 കൊല്ലം കഴിയുമ്പോൾ ജനങ്ങളാകെ മടുത്ത് ബോറടിച്ച് എങ്ങനെയെങ്കിലും LDF-നെ തിരിച്ചു കൊടുത്താൽ മതി എന്ന നിലയിലേക്കെത്തും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. CPM പാർട്ടിക്കുള്ളിലാണെങ്കിൽ CPM-നെ സംബന്ധിച്ച് ഇപ്പൊ പറയുന്നത് എങ്ങനെയെങ്കിലും എല്ലാ കാര്യത്തിനെയും നമ്മൾ പ്രതിരോധിക്കണം എന്നാണ്. ആദ്യത്തെ തീരുമാനം വന്നത് സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്കുള്ളിലെ തീരുമാനം എല്ലാ കാര്യങ്ങളെയും പ്രതിരോധിക്കുക. അങ്ങനെ പോകുമ്പോൾ തന്നെ ജനങ്ങൾക്ക് അതൊരു മടുപ്പുണ്ടാക്കില്ലേ? മടുപ്പുണ്ടാവും. ഈ ഭരണവിരുദ്ധ വികാരം പോലെ പ്രതിപക്ഷ വിരുദ്ധ വികാരം ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും അത് വളരെ പ്രധാനമാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ഭരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കണം. അത് ഡേ 1 തൊട്ട് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ചെയ്യുന്ന ചില രീതികളുണ്ട്. എല്ലായ്പ്പോഴും സമരം, എല്ലായ്പ്പോഴും എന്താണ് റോഡിൽ ഇറങ്ങി SFI-ക്കാരും DYFI-ക്കാരും തല്ലുകൊള്ളുക, പോലീസിൻ്റെ കയ്യും ഇവരുടെ പുറവുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് ഒരിക്കലും ആശാസ്യമല്ല. മാത്രമല്ല ഇനിയുള്ള കാലത്ത് അതൊന്നും സാധ്യവുമല്ല, എളുപ്പമല്ല. തല്ലുകൊള്ളാൻ ആളെ കിട്ടണ്ടേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് യുവാക്കൾ വരാത്തത്. ആർക്കെങ്കിലും വല്ല വിഷമമുണ്ട് ഈ വഴി പോയിട്ട് പോലീസിൻ്റെ തല്ലുകൊണ്ട് തല പൊളിക്കാനായിട്ട്? അതൊന്നുമില്ല. ഇനിയിപ്പോൾ പഴയ പോലുള്ള വിപ്ലവ പ്രവർത്തനമൊന്നും സാധ്യമല്ല. പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലാക്കി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, അവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇല്ല. പിണറായി വിജയനും ഒക്കെ പഴയ ഏതോ കാലത്താണ് ജീവിക്കുന്നത്. പുള്ളി 60കളിലാണ് ഇപ്പോഴും. ഏത് 1960-ൽ? പുള്ളിയുടെ 60കളിലല്ല. അതാണ് ബുദ്ധിമുട്ട്. ഓടിക്കൊണ്ടിരിക്കുന്നത് KSRTC ബസ് തടഞ്ഞു നിർത്തി അതിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാന്നൊക്കെ പറഞ്ഞതില വിപ്ലവ പ്രവർത്തനം ഉണ്ടായിട്ട്. അതൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ സ്വരാജിൻ്റെ കഴിഞ്ഞ ദിവസം പ്രസംഗം കേട്ടില്ല. ഇതാണോ അക്രമം? അവരെ സംബന്ധിച്ചത് അക്രമമായിട്ട് ഇത് അക്രമമല്ല. അവർ കാണുന്ന അക്രമം എന്ന് പറയുന്നതാണ് ചാവശ്ശേരി ബസ് കത്തിക്കൽ കേസ്. ചാവശ്ശേരി എന്നൊരു സ്ഥലമുണ്ട് കണ്ണൂർ ജില്ലയിൽ, മട്ടന്നൂരിനടുത്താണ്. അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ് തടഞ്ഞു നിർത്തിയിട്ട് ഡ്രൈവറും കണ്ടക്ടറും യാത്രക്കാരും കൂടിയ അതിൻ്റെ അകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. 4 പേര് കത്തി മരിച്ചു. ബസ് ഒരുപാട് പേർക്ക് പൊള്ളലേറ്റു. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് അവരുടെ ചെറിയ സമാധാന പ്രവർത്തനം. അന്ന് CH മുഹമ്മദ് കോയയുടെ ഒരു പ്രസംഗമുണ്ട്. പുള്ളി ആഭ്യന്തരമന്ത്രിയാണ്. അതായത് CPM-കാർ സാധാരണ സമാധാനപരമായിട്ട് കല്ലെറിയുകയും സമാധാനപരമായിട്ട് ആസിഡ് ബൾബ് എറിയുകയും സമാധാനപരമായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിന് അള്ളു വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സമാധാനപരമായിട്ട് പോലീസുകാർ ചെറുതായി ലാത്തി വീശി എന്ന് പറഞ്ഞ പോലെ എല്ലാം സമാധാനപരമാണ്. ഇതാണ് അവരുടെ സമാധാനം. അപ്പോൾ അവർ അക്രമത്തെ അക്രമമായിട്ട് അംഗീകരിച്ചിട്ടില്ല. നമുക്ക് അക്രമമായിട്ട് തോന്നും, പക്ഷെ അവർക്ക് അത് വലിയ പുണ്യപ്രവൃത്തിയായിട്ട് തോന്നും. അതൊക്കെ 60-കളിലും 70-കളുടെ തുടക്കത്തിലൊക്കെ ഇത് കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് നടക്കില്ല. ഈ ആതിരക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള ഇലക്ഷൻ UP-യിലും ബീഹാറിലും മധ്യപ്രദേശിലും ഡൽഹിയിലുമൊക്കെയുള്ള വോട്ടർമാർ പൂർണ്ണമായിട്ടും ജനതാ പാർട്ടി സ്വീകരിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഇന്ദിരാഗാന്ധിയെ തന്നെ തോൽപ്പിച്ചപ്പോൾ
കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ, ഏറ്റവും വിദ്യാഭ്യാസമുള്ള സാക്ഷര കോൺഗ്രസിനെ 20 സീറ്റിലും പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു. നിയമസഭയിൽ 140-ൽ 111 സീറ്റും ജയിപ്പിച്ചു. എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് വെച്ചാൽ ഈ 1969 നവംബർ 1 തൊട്ട് 1975 ജൂൺ 25 രാത്രി വരെ CPM-കാരുടെ ആക്രമണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് സ്കൂൾ കുട്ടിയാണ്. ദിവസവും കത്തിക്കുത്താണ്, ദിവസവും ലാത്തിച്ചാർജാണ്, ദിവസവും കണ്ണീർ വാതകമാണ്, ദിവസവും ആസിഡ് ബൾബാണ്, ദിവസവും KSRTC ബസ്സിന് അള്ളു വയ്ക്കലാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടി ലോക സംസ്കാരത്തിന് സംഭാവന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അള്ളാണ്. അള്ളെന്ന് പറഞ്ഞത് 3-1-4 ആണിയുള്ളൊരു സാധനം, അതിങ്ങനെ വയ്ക്കും. ഇപ്പോൾ KSRTC ബസ് നമുക്ക് കയറുമ്പോൾ ടയർ പൊട്ടും, അപ്പോൾ യാത്രക്കാരുടെ യാത്ര മുടങ്ങും. ഇത് സഹിച്ച് മടുത്തിരിക്കുകയായിരുന്നു ആൾക്ക്. അപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഇവിടെ പരമശാന്തതയാണ്. സമരമില്ല, ലാത്തിചാർജില്ല, അള്ളുവെപ്പില്ല, കത്തിക്കുത്തില്ല, വെടിവെപ്പില്ല ബസ്. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് എന്തൊരു സമാധാനമാണ്. കാര്യം വലിയ പൗരാവകാശ ലംഘനമൊക്കെ ഉണ്ടായിരുന്നുള്ള ശരിയാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനമല്ലേ മനുഷ്യർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റണ്ടേ. മാത്രമല്ല KSRTC ബസ്സിലെ സ്റ്റോപ്പിൽ നിർത്താൻ തുടങ്ങി. സർക്കാർ ദിവസം ഒരു 10 മണി തൊട്ട് 5 മണി വരെ ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അതായിരുന്നു അടിയന്തരാവസ്ഥ. അപ്പോൾ ജനങ്ങൾ കണ്ടത് അടിയന്തരാവസ്ഥയുടെ പോസിറ്റീവായിട്ടുള്ള സൈഡാണ്. അടിയന്തരാവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ പ്രമുഖരായ വോട്ടർമാർ 111 സീറ്റ് കൊടുത്തത്, 20 സീറ്റിലും പാർലമെന്റിലേക്ക് ജയിപ്പിച്ചത്. കാരണം അത്ര വലിയ അക്രമമായിരുന്നു. അപ്പോൾ